ഇതിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ പാർട്ട് 1 കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ തൊട്ട് കണ്ടോ, അഥവാ കണ്ടിട്ടില്ലെങ്കിൽ എന്നോട് ഈ വീഡിയോ മുഴുവനും കാണണം. അപ്പൊ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ പറയാൻ പോകുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞതും പിന്നെ എന്റെ കാഴ്ചപ്പാടും വെച്ചിട്ടാണ്. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക, അല്ലാതെ പകുതിക്ക് വെച്ച് കണ്ടിട്ട് ഓരോന്ന് പറയാൻ നിൽക്കരുത്. മതി നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ആടിന്റെ 2 പാർട്ട് വെച്ച് വരായിരിക്കുന്ന ആടുത്തിയുടെ സ്റ്റോറി ലൈനപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അത് ഒന്നാമത്തെ കാര്യം, നമുക്ക് ആടിന്റെ സീരീസിന്റെ ഒരു പാറ്റേൺ നോക്കാം. 1 or 2 കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന നൂലാമാലകളാണ് ഈ 2 സിനിമയിലും ഉണ്ടായിരുന്നത്. ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ ആ വടം വലിച്ച ആടിനെ കിട്ടുന്നു, അത് കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആടിന്റെ പുറമെ ആ നീല കൊടുവേലിയും. ഈ 2 കാര്യങ്ങൾ വെച്ചാണ് എല്ലാ ക്യാരക്ടേഴ്സും ഇതിലോട്ട് ഇൻവോൾവ് ആവുന്നത്. ഇതേ പ്ലോട്ട് തന്നെയാണ് സെക്കൻഡ് പാർട്ടിൽ ഇവർ പിടിച്ചേക്കുന്നത്. വടം വലി ജയിച്ചിട്ട് ഒരു ഗോൾഡൻ കപ്പ് കിട്ടുന്നു, അതിന്റെ പ്രശ്നങ്ങളും. അതിന് പുറമെ ഫസ്റ്റ് പാർട്ടി ആ നീലക്കൊടുവേലി കൊണ്ടുവന്നത് പോലെ ഇതിനകത്ത് കമ്മട്ടമാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല സിനിമ സെയിം പാറ്റേണിലാണ് പോണേന്ന്. പക്ഷേ ഇവിടെ ആകെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ പാപ്പനും പിള്ളേർക്കും വടം വലിച്ച് കിട്ടിയ ആ ആടും ആ സിനിമ മൊത്തം കൊണ്ടുപോയി നീലക്കൊടുവേലി ആ ആട് കഴിച്ചതുകൊണ്ട് ആ നീലക്കൊടുവേലിയും പാപ്പന്റെ കയ്യിലാണെന്ന് വേണേ പറയാന്നല്ല, പുള്ളിയുടെ കൈ തന്നെയാണ്. ആ നീലക്കൊടുവേലി കയ്യിലുള്ള ആൾക്ക് ഭാഗ്യം കൂടെ ഉണ്ടായിരിക്കുന്നതാണ് സിനിമയിൽ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്ത് വെച്ചേക്കണേ. ഈ ആടിന്റെ സെക്കൻഡ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ നേരെ തിരിച്ചാണ് കാണിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ ആ ആട് നീലക്കൊടുവേലിയും പാപ്പന്റെ കയ്യിലുണ്ട്. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ നേരെ തിരിച്ചാണ്. സെക്കൻഡ് പാർട്ടിന്റെ ക്ലൈമാക്സിൽ പാപ്പന്റെയും പിള്ളേരുടെ കയ്യിൽ അവർ നേടിയ കപ്പും പിന്നെ അതിനകത്ത് മെയിൻ കാരണമായ കമ്മട്ടവും അവർ ഗവൺമെന്റിന് കൊടുക്കുകയാണെന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ അവരുടെ കയ്യിൽ 2 ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഈ 2 പാർട്ടിലും കോമൺ ആയിട്ട് വരുന്ന കാര്യം എന്തോ നോക്കിയാൽ നമ്മുടെ ഡ്യൂഡിന്റെയും ടീമിന്റെ കാര്യമാണ്. ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ നീലക്കൊടുവേലി അന്വേഷിച്ച് പോയിട്ട് അത് അവസാനം പാപ്പന്റെ കയ്യിലെത്തും. സെക്കൻഡ് പാർട്ടിൽ സെയിം തന്നെ, കമ്മട്ട അന്വേഷണം നടന്നിട്ട് അവസാനം അത് പാപ്പന്റെ കയ്യിലെത്തും, പിന്നെ അത് ഗവൺമെന്റ് കയ്യിലും പോകും. ഡ്യൂഡിനൊക്കെ സാധനം കിട്ടും, പക്ഷെ കിട്ടില്ല. ഇതേ അവസ്ഥ തന്നെയായിരിക്കും തേർഡ് പാർട്ടിലും അവർക്ക് വരാൻ പോകുന്നത്. ഇതൊക്കെ നീ എന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾ സിനിമ കണ്ടതാണെന്നൊന്നും പറയണ്ട. ഈ ഒരു പ്ലോട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നമുക്ക് തേർഡ് പാർട്ടിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരൊറ്റ ജനറിൽ പോകുന്ന സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ലോകയുടെ റെക്കോർഡ് തകർത്തിട്ട് നീലിയ പാപ്പ തളച്ചിരിക്കും. ഇനി സിനിമ ടൈം ട്രാവൽ ആണോ അല്ലയോ നമുക്ക് നോക്കാം. ഈ സിനിമയിലെ പല നടന്മാരും പറയാതെ പറഞ്ഞൊരു കാര്യമാണ്. സിനിമയുടെ മെയിൻ ക്യാരക്ടറായ ധർമ്മജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കൺഫേം ആയിട്ടും ടൈം ട്രാവൽ സിനിമയാണെന്ന്. അതിന്റെ കൂടെ തന്നെ ആടിന് ഒരു 4th പാർട്ട് ഉണ്ടെന്ന് പുള്ളി കൺഫേം ചെയ്ത കാര്യമാണ്. പക്ഷേ ആട് 3 സക്സസ് ആവണമെന്ന് മാത്രം. ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ വിജയബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് ആട് 2 എവിടെയാണ് നിർത്തിയത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ആട് 3. ആട് 2 എവിടെ കൊണ്ടാണ് നിർത്തിയ അവരുടെ കയ്യിൽ ആ ഡോളർ ഇരിക്കുന്നതാണ്. പുള്ളി പറഞ്ഞെന്ന് വെച്ച് നോക്കുമ്പോൾ ആ ഡോളർ തൊട്ടായിരിക്കും കണ്ടിന്യൂഷൻ. ഞാൻ എന്റെ ഒരു അസംഷൻ പറയണേ, ആ ഡോളറിനൊക്കെ കഥ പോകുന്നത് മിക്കവാറും ഇവരിലൂടെയൊക്കെ ആയിരിക്കാം. പിന്നെ പ്രൊഡ്യൂസറായ വിജയബാബുവിനോട് സിനിമ ടൈം ട്രാവൽ ആണോ എന്ന് ചോദിച്ചപ്പോൾ ടൈം ട്രാവൽ ആണോ അല്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഇത് പല ടൈം ലൈനിൽ നടക്കുന്ന ഒരു കഥയാണെന്നാണ്. ഫസ്റ്റ് ക്യാരക്ടർ പോസ്റ്റർ ഒക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടയില്ലേ രാജാക്കന്മാരുടെ ഒക്കെ കാലത്ത് ഒരു ടച്ച് കൊടുത്തേക്കുന്നത്. ഈ വിജയബാബു എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, പണ്ട് രാജാക്കന്മാർ ജീവിച്ച സമയത്ത് അവർക്ക് പകരമായിട്ട് ഇവരായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും നടന്നത് അതായിരിക്കും പാസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നതെന്ന്. ഈ ഒരു ടൈം ലൈൻ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും പുള്ളി ഓൾറെഡി കൺഫേം ചെയ്ത കാര്യമാണ്. ഈ പ്രസന്റിൽ അവരെങ്ങനെയായിരുന്നു അത് തന്നെ ആയിരിക്കും അവർ പാസ്റ്റിലും കാണിച്ചേക്കുന്നത്. ഞാൻ ഇവരുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു പ്ലോട്ടിൽ തന്നെ ആയിരിക്കും ഈ സിനിമ മുഴുവനും പോകുന്നത്. പാപ്പനും പിള്ളേർ അറിയാതെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവരിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എന്നിട്ട് അവരറിയാതെ അവരിലൂടെ തന്നെ പ്രശ്നം സോൾവ് ആകുന്നു. മേ ബി ഇത് തന്നെ ആയിരിക്കും ആ സിനിമയുടെയും പ്ലോട്ട്. ഇത് തന്നെയാണ് ഇവർ ഈ പോസ്റ്ററിലും കൊടുത്തേക്കുന്നത്. ഇവരെങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലത്തിലോട്ടും ഫ്യൂച്ചറിലേക്ക് എത്തിയെന്ന് ടീസർ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടതിന് ശേഷം അത് ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ പോസ്റ്റർ മെൻഷൻ ചെയ്തേക്കുന്നത് ആ പാസ്റ്റിൽ ട്രാപ്പായി കിടക്കുന്നതും ഫ്യൂച്ചറിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇത് തന്നെയായിരുന്നു ഫസ്റ്റ് പാർട്ടിന്റെയും സെക്കൻഡ് പാർട്ടിന്റെയും പ്ലോട്ടും. പാപ്പനും പിള്ളേരും കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിന് പാപ്പനും പിള്ളേരും മറ്റുള്ളവരും ഉൾപ്പെടെ എല്ലാവരും അതിൽ ഇൻവോൾവ് ആയിട്ട് ലാസ്റ്റ് അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? സെന്ററിൽ നിൽക്കുന്ന പാപ്പനെയും പിള്ളേരും നോർമലായിട്ട് നിൽക്കുന്നതും പിന്നെ താഴെ കാണിച്ച ആ പോസ്റ്ററിൽ അവരിട്ട് വട്ടം കറങ്ങുന്നതായിട്ടും പിന്നെ ഏറ്റവും മേളിൽ കാണിച്ചതിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇത് തന്നെയല്ലേ ആട് 1ഉം 2ഉം. ഈ ഒരു ടൈം ലൈനിൽ തന്നെ പോകുന്നെങ്കിൽ ഈ പോസ്റ്ററിലും കൊടുത്തേക്കുന്നത് പോലെ ആണെങ്കിൽ ഇതിന്റെ സ്റ്റോറി ലൈനും ഇങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യം പ്രസന്റ് കാണിച്ചിട്ട് പിന്നെ രാജകീയമായ കാലത്തിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഫ്യൂച്ചറിലേക്ക് പോയിട്ട് പിന്നെ പ്രസന്റിലേക്ക് തിരിച്ചു വരുന്ന അറിയാൻ കഥയുടെ പ്ലോട്ട്. ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നേ. ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്ലോട്ട് മനസ്സിലായല്ലോ. എനിക്ക് എത്ര അറിഞ്ഞത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ട്രെയിലറോ ടീസറോ വരുമ്പോൾ നമ്മൾ ഇതിൽ നന്നായിട്ട് ഡീകോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ലോകയുടെ റെക്കോർഡ് തകർത്തിട്ട് പാപ്പ നീലിയെ തളച്ചിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യം. ആടിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും പോലാണ് സിനിമ പോകുന്നതെങ്കിൽ കൺഫേം ആയിട്ട് ഇൻഡസ്ട്രി തൂക്കിയിരിക്കും. ഞാൻ ഫസ്റ്റ് പാർട്ടിലൂടെ പറഞ്ഞായിരുന്നു ആട് 2 എവിടെ നിർത്തിയോ അവിടെ നിന്നായിരിക്കും ആട് 3യുടെ തുടക്കമെന്ന്. ഞാൻ ഫസ്റ്റ് പാർട്ടി പറഞ്ഞായിരുന്നു ഈ ലാറ എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഡോളർ വഴി ഇതിനകത്ത് ഇൻവോൾവ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. മേ ബി അത് അങ്ങനെ തന്നെ ആയിരിക്കാം. ആട് 2ന്റെ അവസാനം പാപ്പനൊക്കെ കുത്തോളം എടുത്തിരിക്കുകയാണ്. ആകപ്പാട് അവരുടെ കയ്യിലുള്ളത് ആ ഡോളർ മാത്രമാണ്. ആ ഡോളർ കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഈ ലാറയുടെ കയ്യിലാണെങ്കിലും ആ കൊടുത്ത ഡോളറും കള്ളനോട്ടാണെങ്കിലും പാപ്പന്റെ ഒക്കെ കയ്യിൽ ഈ ഡോളർ എവിടെ നിന്ന് എത്തിയേ? ആ കള്ളനോട്ടടിക്കാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ എത്തിയതാണ്. അതുകൊണ്ട് അതും കള്ളനോട്ടായിക്കൂടെ? ആണെന്നല്ല, ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കള്ളനോട്ട് കിട്ടിയതുകൊണ്ട് ഈ ലാറ എന്ന് പറയുന്ന ക്യാരക്ടർ പാപ്പനെതിരെ തിരിയുന്ന
ചെയ്യുന്നതായിരിക്കാം. ഈ ലാറ എന്ന് പറയുന്ന ക്യാരക്ടറെ നമുക്ക് പ്രസന്റ് സിറ്റുവേഷനിലും കാണാം, പാസ്റ്റ് സിറ്റുവേഷനിലും കാണാൻ പറ്റും. എല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴച്ച് നോക്കിയാൽ ഇതാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഉണ്ടായിരുന്ന വീട് സ്ഥലം വിട്ടിട്ടാണ് പാപ്പനും പിള്ളേരും ആ വടംവലിക്ക് പോയത്. കിട്ടിയ ട്രോഫി പോലും ഇപ്പൊ കയ്യിലില്ല. ആകപ്പാടെ കയ്യിലുള്ളത് ആ കമ്മട്ടം കൊടുത്തപ്പോൾ പ്രതിഫലമായിട്ട് കിട്ടിയ 10,000 രൂപ മാത്രമാണ്. അതും കിട്ടിയിട്ടില്ല. കിട്ടിയാലേ അതും ഉള്ളൂ. അതുകൊണ്ട് ആ കയ്യിലുള്ള ഡോളർ എന്തായാലും എക്സ്ചേഞ്ച് ചെയ്യും. നീലക്കൊടുവിൽ അന്വേഷിച്ച് വന്ന ഡ്യൂഡും ടീം ഇവിടെ പെട്ട് കിടക്കുന്ന പോലെ ഈ ലാറയും ടീം പെട്ടുവാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ സിനിമ എന്തായാലും നല്ല എൻഗേജിംഗ് ആയിരിക്കും. പാപ്പന്റെ ടീമിൽ ഒരാൾക്ക് പകരം ഫുക്രു ഒക്കെ കയറി വന്നിട്ടുണ്ട്. അത് പുള്ളിക്ക് പകരമായിട്ട് വന്നതാണോ അതോ മറ്റൊരാളെ അവരുടെ ടീമിൽ ജോയിൻ ചെയ്യാനും ചാൻസ് ഉണ്ട്. പുള്ളിക്ക് പകരമായിട്ടാണ് വരുന്നെങ്കിൽ അത് അത്രത്തോളം സിങ്ക് ആവുമെന്ന് അറിയത്തില്ല. കാരണം അതിൽ ഓരോ ക്യാരക്ടറിനും അത്രത്തോളം ഫാൻ ബേസും ഉണ്ട്, അത്രത്തോളം ഇഷ്ടമാണ് എല്ലാവർക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, പാപ്പന്റെ ക്യാരക്ടർ ജയസൂര്യക്ക് പകരം മറ്റൊരാൾ അഭിനയിക്കുന്നതായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. മറ്റൊരാൾ പാപ്പനായിട്ട് വന്നാൽ നമുക്കത് ഇഷ്ടപ്പെടണമെന്നേ ഇല്ല. അതുകൊണ്ട് ഫുക്രു റീപ്ലേസ്മെന്റ് ആയിരിക്കത്തില്ല, പുതിയതായിട്ട് ഒരാൾ ജോയിൻ ചെയ്യാനായിട്ടാണ് ചാൻസ് കൂടുതൽ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ വന്ന പോസ്റ്ററിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പൊട്ടത്തര പറഞ്ഞെങ്കിൽ അത് അപ്പം തന്നെ വിട്ടേക്കുക. ഓക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. അവസാനമായിട്ട് 1-2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്റെ എല്ലാ വീഡിയോസിലും നല്ല നോയ്സ് ഉണ്ടായിരിക്കും. കാരണം ഞാൻ ഇതൊരു മൈക്ക് മേടിച്ചിട്ടില്ല. അത് ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഒന്ന് മേടിക്കാനാണ് എന്റെ ആഗ്രഹം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് വാങ്ങിക്കാൻ പറ്റും. പിന്നെ എന്റെ എല്ലാ വീഡിയോയിലും ഒന്ന് മോശം കമന്റ് ഇടുന്നവരും ഉണ്ട്. ചാനൽ തുടങ്ങിയ സമയത്ത് എന്റെ വോയിസ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞവരും ഉണ്ട്. ഇപ്പോഴും അങ്ങനെ പലരും കാണുമായിരിക്കാം. ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ വീഡിയോ പോലും 1 മിനിറ്റ് 45 സെക്കൻഡേ ഉള്ളൂ. ഇത്രയും ഓഡിയോ തന്നെ റെക്കോർഡ് ചെയ്തെടുക്കാൻ എനിക്ക് ഏകദേശം 1 മണിക്കൂറോളം എടുക്കേണ്ടി വന്നു. ഒരുപാട് തെറ്റുകൾ വരും, പിന്നെ നോയ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഒരു 2-3 മണിക്കൂർ പോകും. അത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴോ വ്യൂസും ഇല്ല, ഡിസ്ലൈക്കും ഉണ്ട്. എന്റെ എല്ലാ വീഡിയോക്കും ഒന്ന് ഡിസ്ലൈക്ക് അടിക്കുന്നവരുണ്ട്. അത് 1-2 പേരേ ഉള്ളൂ. ഞാൻ 1-2 കാര്യം പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും സ്കിപ്പ് ചെയ്ത് പോയി കാണും. നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം നല്ല പോലെ ഉണ്ട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ കാർഡ് കയറി. നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം നമ്മൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. അതുവരേക്കും ബൈ.